ഇന്നത്തെ റെസിപ്പി ഒരു മാംഗോ മൗസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ക്രീമിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-8 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സി ജാറിലേക്ക് 2 പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ ആ ഒരു മാങ്ങോൻ്റെ പൾപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കേക്കിൻ്റെ ട്രേയിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പീസസൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് പാലിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ചൂടാറിയിട്ടുള്ള ആ ഒരു സിറപ്പാണത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര ചേർത്തിട്ടില്ല, മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രീമിൻ്റെയും മാങ്ങേൻ്റെയും പൾപ്പും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ആ ഒരു മാങ്ങേൻ്റെ പൾപ്പ് കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു, അതുകൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി മാംഗോ മൗസാണ്. നല്ല ടേസ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ആ രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ എടുത്ത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വ്യത്യസ്ത രുചിയിലുള്ളൊരു മാംഗോ മൗസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുമ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ബീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബീറ്റർ കൊണ്ടാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.